മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവിൻ്റെ അറസ്റ്റോടുകൂടി CPIM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത അവസ്ഥയിൽ CPIM നേതാക്കൾ കൃത്യമായി പെട്ടിരിക്കുകയാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. തങ്ങളുടെ കൈ ശുദ്ധമാണ് എന്ന് പറയാൻ ഇനി ഒരു മാർക്സിസ്റ്റുകാരനും കഴിയാത്തവണ്ണം വലിയ തോതിൽ ചെളിക്കുണ്ടിൽ ആഴ്ന്നു പോയിരിക്കുകയാണ്. പിണറായി വിജയൻ ഇനി എന്തൊക്കെ പാതിരാ നാടകം കളിച്ചാലും ഈ വിഷയത്തിൽ നിന്നും അദ്ദേഹത്തിന് വ്യതിചലിക്കാൻ കഴിയില്ല. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാങ്കേതിക തെളിവുകൾ ശേഖരിക്കും. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ വാസുവിൻ്റെ അറസ്റ്റോടുകൂടി CPIM നടത്തുന്ന കാട്ടുകൊള്ള സാധാരണക്കാർ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇത് കൃത്യമായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. വലിയ തോതിലുള്ള PR-കളെ അതിജീവിച്ച് CPIM-ന് വീണ്ടും തുടർഭരണം നേടിയെടുക്കാൻ കഴിയാത്തവണ്ണം ആകെ പാളിപ്പോയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇനി ശബരിമല മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPIM-ന് എത്രത്തോളം തകർച്ചയാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. CPIM-നെ തള്ളി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസികളിൽ പലരും CPIM-ന്റെ അവിടുത്തെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ CPIM-ൽ നിന്നാൽ തങ്ങളുടെ വിശ്വാസത്തിന് ക്ഷതമേൽക്കുമെന്ന് മനസ്സിലായി CPIM-ൽ നിന്ന് തന്നെ BJP-യിലേക്ക് പോയ നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചുവപ്പ് നരച്ചാൽ കാവി എന്ന് ജനങ്ങൾ പരിഹാസത്തോടുകൂടി എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസിൽ നിന്നാണ് BJP-യിലേക്ക് അനുദിനം പല നേതാക്കളും ചെല്ലുന്നതെന്നും കോൺഗ്രസ് BJP-യുടെ B ടീമായാണ് കേരളത്തിലും ഇന്ത്യയിലൊട്ടുക്കം പ്രവർത്തിക്കുന്നതെന്നുള്ള വ്യാജ പ്രചരണ സഹാക്കൾ വർഷങ്ങളായി ഇറക്കിവിടുന്ന നുണയാണ്. ഇപ്പോഴത്തെ CPIM-ന്റെ അപ്പോസ്തലൻ എന്ന് അവർ പറയുന്ന സാക്ഷാൽ പിണറായി വിജയൻ പോലും KG മാരാരുടെ അനുഗ്രഹാശിസ്സുകളോടു കൂടിയാണ് അദ്ദേഹം 1970-ൽ കൂത്തുപറമ്പിൽ നിന്നും കന്നി അംഗത്തിൽ വിജയിച്ചത് എന്നത് നമ്മൾ പലരും മറന്നുപോകുന്നു. അതാണ് യാഥാർത്ഥ്യം. CPIM നേതാക്കളിൽ ഇന്ന് കാണുന്ന ബഹുഭൂരിപക്ഷം പേരും BJP-ക്കാരുടെ കൃത്യമായിട്ടുള്ള ആശീർവാദം ലഭിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പോലും വേട്ടയാടാതെ സംരക്ഷിച്ചു പിടിക്കുന്നത് BJP-യുടെ മഹാമനസ്കതയായാണ് CPIM നേതാക്കൾ രഹസ്യമായി സമ്മതിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോഴും ഈ സ്വർണ്ണക്കള്ളക്കടത്തും ഈ സ്വർണ്ണക്കൊള്ളയും ഈ ശബരിമലയിൽ നടക്കുന്ന തട്ടിപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും കേന്ദ്ര അന്വേഷണ ഏജൻസി കണ്ണടച്ചു കൊടുക്കും. പകരമായി BJP-ക്ക് സഹായങ്ങൾ പലതും ചെയ്തു കൊടുക്കുക. ഇതാണ് അവർ തമ്മിലുള്ള രഹസ്യ ഡീൽ അഥവാ രഹസ്യ ഫോർമുല.